ഇപ്പോൾ ഈ കാണുന്ന താറിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്നറിയോ? വണ്ടിക്ക് തീരെ പവറില്ല. അതായത് വേറെ ഒന്നല്ല, ടർബോ വർക്ക് ചെയ്യുന്നില്ല. ടർബോ പണിയൊന്നും എടുക്കാണ്ട് വെറുതെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ വെറുതെ ഇരുന്നാൽ ശരിയാവില്ലല്ലോ. കാരണം എന്താണെന്ന് അറിയണ്ടേ? കാണിച്ചു തരാം. ഈ ഒരു എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഉണ്ടോ? എയർ ഫിൽറ്റർ കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയിട്ട് പിന്നീട് ഇൻടേക്ക് എടുത്തപ്പോഴല്ല എയർ ഫിൽറ്റർ പൊടിഞ്ഞ് ആദ്യം എയർ ഫിൽറ്റർ അതിനകത്തേക്ക് ഡയറക്റ്റ് കയറിപ്പോയി. പിന്നീട് അവിടെ ഗ്യാപ്പായി കഴിഞ്ഞപ്പോൾ പുറത്തുനിന്നുള്ള പൊടിയും ചെളിയും എല്ലാം വലിച്ച് നേരെ അകത്തേക്ക് കയറ്റി. കണ്ടോ, അത് ഫുള്ള് പൊടിയാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ വരാൻ പാടില്ല, ക്ലീൻ ആയിട്ടിരിക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ഇത് ഡയറക്റ്റ് ടർബോയ്ക്കകത്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു എയർ മാസ് സെൻസർ ഉണ്ട്. ഈ കാണുന്നതാണ് എൻ്റെ എയർ മാസ് സെൻസർ. ഈ ഒരു സംഭവമാണ് എത്രത്തോളം എയറിനെ അകത്തേക്ക് വലിക്കുന്നുണ്ട് എന്നുള്ള അളവ് ECM അറിയിക്കുന്നത്. ഈ ഒരു സെൻസർ അടഞ്ഞെങ്കിൽ പോലും വണ്ടിക്ക് ഈ ഒരു കംപ്ലയിൻറ്റ് വലിമെടുപ്പും കാര്യങ്ങളൊക്കെ വരും, പവറില്ലാതെ വരും. ഇത് ഓൾറെഡി അടഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇത് മാത്രമല്ല, ടർബോ വർക്കാവുന്നില്ല, ടർബോയും കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അത് അഴിച്ച് നോക്കിയാലേ എന്താ അതിൻ്റെ അവസ്ഥയെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു സംഭവം പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കണം, എയർ ഫിൽറ്ററിൻ്റെ കാര്യങ്ങൾ. പ്രത്യേകിച്ച് ഈ ടൈപ്പ് എയർ ഫിൽറ്റർ വരുന്ന വണ്ടികളിൽ, മഹേന്ദ്രയുടെ സ്കോർപിയോ, താർ, XUV പോലുള്ള വണ്ടികളിൽ, ഒരുപാട് വണ്ടികളിൽ ഈ ടൈപ്പ് എയർ ഫിൽറ്റർ വരുന്നുണ്ട്. ഇത് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടും. ചില ആളുകൾക്ക് ഇങ്ങനെ സംഭവം അറിയില്ല, ഇത് മാറണം, ഇങ്ങനെ സംഭവം ഉണ്ടെന്ന്. ചില ആൾക്ക് അറിയെങ്കിൽ പോലും അവർ മാറാറില്ല, അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് വിട്ടില്ലെങ്കിൽ നമുക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. കുറച്ച് കഴിയുമ്പോൾ എയർ ഫിൽറ്റർ മാറുന്നതിന് പകരം ടർബോയുടെ കോറൊക്കെ മാറേണ്ടി വരും. മനസ്സിലായോ? അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ പുതിയ എയർ ഫിൽറ്റർ എങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അതിൻ്റെ പുതിയ എയർ ഫിൽറ്റർ. ഈ എയർ ഫിൽറ്ററിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ഈ എയർ ഫിൽറ്ററിൽ ഓയിൽ മിക്സ് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, അത്രയും കൂടെ പൊടിയും കാര്യങ്ങളൊക്കെ അബ്സോർബ് ചെയ്ത് ക്ലീൻ ആയിട്ടുള്ള എയറിനെ അകത്തേക്ക് വിടാനാണ് സംഭവം. അത് ബെറ്ററാണ്, നല്ലൊരു ഫീച്ചറാണ്. പക്ഷേ ഇത് കറക്റ്റ് മാറിയില്ലെങ്കിൽ നമുക്കിട്ട് നല്ല പണിയും തരുന്നൊരു ഫീച്ചറും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ടൈമിൽ ഇതങ്ങ് മാറി വിട്ടേക്കുക, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇതിൻ്റെ ടർബോയുടെ അവസ്ഥ ഉണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫുള്ള് ചെളിയും പൊടിയൊക്കെ കയറിയിട്ട് ടർബോയുടെ വീല് സ്റ്റക്കായിട്ടിരിക്കുകയാണ്. ഈ ഒരു വീല് സത്യം പറഞ്ഞാൽ നല്ല ഫ്രീ ആയിട്ട് നല്ല ഫ്ലോയിൽ കറങ്ങേണ്ട ഒരു വീലാണ്. ഇതിപ്പോൾ കൈകൊണ്ട് കറക്കിയിട്ട് പോലും അത്രയും ടൈറ്റായിട്ടാണ്, അത്രയും സ്റ്റക്കായിട്ടാണ് ആ വീല് കറങ്ങുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ ത്രോട്ടിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ഈ എഞ്ചിൻ അത്രത്തോളം സ്ട്രെയിൻ ചെയ്തിട്ടുണ്ടാവും അതിന് ഫയറിങ്ങിന് ആവശ്യമുള്ള എയറിനെ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് വണ്ടിക്ക് പവർ കുറഞ്ഞത്. മനസ്സിലായോ? സത്യം പറഞ്ഞാൽ ഇതിനൊക്കെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. കാരണം ഈ ഒരു ടൈമിൽ എയർ ഫിൽറ്റർ മാറി വിട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അത് ചെയ്യാത്തത് കൊണ്ടാണ് ഇങ്ങനെ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നത്. വണ്ടിയാണ്, പണി വരും. അതിപ്പോൾ വണ്ടി ഓടിയാലും പണി വരും, വെറുതെ കിടന്നാലും പണി വരും. എന്തായാലും ഈ പണിയൊക്കെ ചെയ്താലേ വണ്ടി ഓടുള്ളൂ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.